യൂദ എഴുതിയ ലേഖനം. യൂദ അദ്ധ്യായം 1. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, ദൈവത്താൽ വിളിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടി അഭിവാദ്യങ്ങൾ നേരുന്നു. പിതാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുകയും യേശുക്രിസ്തുവിൽ നിങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യുന്നു. എല്ലാ കരുണയും സമാധാനവും സ്നേഹവും നിങ്ങളുടേതായിരിക്കട്ടെ. പ്രിയ സ്നേഹിത, നാം എല്ലാം പങ്കുപറ്റുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്കെഴുതണമെന്ന് എനിക്ക് അതിയായ ആകാംക്ഷയുണ്ട്. എന്നാൽ മറ്റു ചിലതിനെപ്പറ്റി എഴുതേണ്ടതിന്റെ ആവശ്യകതയുണ്ടായി. ദൈവം തന്റെ വിശുദ്ധ ജനത്തിന് നൽകിയ വിശ്വാസത്തിനു വേണ്ടി കഠിനമായി യത്നിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരിക്കൽ ഈ വിശ്വാസം തന്നു, എന്നാൽ ഇത് എല്ലാ കാലത്തേക്കും നല്ലതാണ്. രഹസ്യമായി ചിലർ നിങ്ങളുടെ സംഘത്തിലേക്ക് കടന്നിട്ടുണ്ട്. അവരുടെ പ്രവൃത്തികളാൽ കുറ്റക്കാരെന്ന് നേരത്തെ തന്നെ വിധിക്കപ്പെട്ടവരാണ് അവർ. വളരെ മുമ്പ് തന്നെ പ്രവാചകർ ഇവരെപ്പറ്റി എഴുതി. ഇവർ ദൈവത്തിനെതിരാണ്. അവർ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ പാപപ്രവൃത്തികൾക്കുള്ള ഒഴികഴിവായി ഉപയോഗിക്കുന്നു. നമ്മുടെ ഏക ഗുരുവും കർത്താവുമായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഇവർ വിസമ്മതിക്കുന്നു. നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ചില കാര്യങ്ങൾ ഓർമ്മിക്കാനായി ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കർത്താവ് അവന്റെ ജനത്തെ എങ്ങനെ രക്ഷിച്ചു എന്നത് നിങ്ങൾ ഓർക്കുക. പക്ഷെ പിന്നീട് അവരിലുള്ള അവിശ്വാസികളെയെല്ലാം ദൈവം നശിപ്പിച്ചു. അധികാരമുണ്ടായിരുന്നിട്ടും അത് നിലനിർത്താതിരുന്ന ദൂതന്മാരെ ഓർക്കുക. അവർ അവരുടെ സ്വന്തം വീട് വിട്ടുപോയി. അതുകൊണ്ട് കർത്താവ് അവരെ ഇരുട്ടിലാക്കി. ശാശ്വതമായ ചങ്ങലകളാൽ അവർ ബന്ധിതരാണ്. ആ മഹത് ദിനത്തിൽ വിചാരണ ചെയ്യുവാനായി അവൻ അവരെ സൂക്ഷിച്ചിരിക്കുകയാണ്. പട്ടണങ്ങളായ സോദോമിനെയും ഗോമോരയെയും ചുറ്റുവട്ടത്തിലുള്ള പട്ടണങ്ങളെയും ഓർക്കുക. ആ നഗരങ്ങളിലെ ആളുകൾ ആ ദൂതന്മാരെ പോലെ തന്നെയായിരുന്നു. ആ പട്ടണങ്ങൾ മുഴുവനും ലൈംഗിക അരാജകത്വവും പ്രകൃതി വിരുദ്ധമായ ലൈംഗിക രീതികളും നിറഞ്ഞവയായിരുന്നു. നിത്യാഗ്നിയുടെ ശിക്ഷയാണ് അവർ അനുഭവിക്കുന്നത്. നമുക്ക് വേണ്ടിയുള്ള ഒരു ഉദാഹരണമാണ് അവരുടെ ശിക്ഷ. നിങ്ങളുടെ കൂട്ടത്തിലേക്ക് രഹസ്യമായി നുഴഞ്ഞു കയറിയിരിക്കുന്ന ആ കൂട്ടരുടെ പാതയും അതുതന്നെ. സ്വപ്നമാണ് അവരെ നയിച്ചത്. പാപത്താൽ അവരെ തന്നെ അവർ കളങ്കിതരാക്കുന്നു. ദൈവത്തിന്റെ ഭരണത്തെ അവർ നിരാകരിക്കുകയും മഹത്വമുള്ള ദൂതന്മാരെപ്പറ്റി ചീത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. പ്രധാന ദൂതനായ മീഖായേൽ പോലും ഇതു ചെയ്തില്ല. മോശയുടെ ശരീരം ആരുടെ പക്കലായിരിക്കണം എന്നതിനെപ്പറ്റി മീഖായേൽ പിശാചിനോട് തർക്കിച്ചു. വിമർശനാത്മകമായ വാക്കുകൾ ഉപയോഗിച്ച് പിശാചിനെ അപലപിക്കാൻ പോലും മീഖായേൽ ധൈര്യം കാട്ടിയില്ല. പക്ഷേ മീഖായേൽ പറഞ്ഞു, കർത്താവ് നിന്നെ ശിക്ഷിക്കട്ടെ. എന്നാൽ ഈ ജനങ്ങൾ അവർക്ക് മനസ്സിലാകാത്തവയെ വിമർശിക്കും. അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു. ആലോചനയാലല്ല അവർ ഇത് മനസ്സിലാക്കുന്നത്. കാട്ടുമൃഗങ്ങൾ അനുഭൂതിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയാണ്. ഇതൊക്കെ തന്നെയാണ് അവരെ നശിപ്പിക്കുന്നതും. അത് അവർക്ക് ഭയാനകമാകും. കയീന്റെ പാതയാണ് ഇവർ പിന്തുടർന്നത്. പണം ഉണ്ടാക്കേണ്ടതിലേക്കായി അവർ ബിലയാം പോയ വഴിയിൽ തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. കോരഹ് ചെയ്തതുപോലെ ദൈവത്തിനെതിരായി ഇവർ കലഹിച്ചു. കോരഹിനെ പോലെ അവരും നശിപ്പിക്കപ്പെടും. നിങ്ങൾ പങ്കുവെക്കുന്ന പ്രത്യേക ഭക്ഷണത്തിലെ മലിന വസ്തു പോലെയാണവര്. അവർ നിങ്ങൾക്കൊപ്പം പേടി കൂടാതെ ഭക്ഷിക്കുന്നു. അവർ അവരെക്കുറിച്ച് മാത്രം കരുതുന്നു. മഴ പേറാത്ത മേഘങ്ങളാണ് അവർ. കാറ്റതിനെ നാലുപാടും ചിതറിക്കും. സമയത്ത് ഫലം തരാത്തതുകൊണ്ട് ഭൂമിയിൽ നിന്നും പിഴുതെറിയപ്പെടുന്ന മരങ്ങളാണ് അവർ. അതിനാൽ അവർ 2 പ്രാവശ്യം മരിച്ചവരാണ്. സമുദ്രത്തിലെ ഭയാനകമായ തിരകൾ പോലെയാണവർ. തിരകൾ പതയുണ്ടാക്കുന്നത് പോലെ ഇവർ നാണംകെട്ട പ്രവൃത്തികൾ ചെയ്യുന്നു. ആകാശത്തിലെ അലഞ്ഞു തിരിയുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് അവർ. ഇവർക്കായി എല്ലാ കാലത്തേക്കുമായി ഏറ്റവും അന്ധകാരമയമായ ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. ആദാമിൽ നിന്നും 7ാം തലമുറക്കാരനായ ഹാനോക്ക് അവരെപ്പറ്റി പറയുന്നു, നോക്കൂ, ദൈവം തന്റെ 1000 വിശുദ്ധ ദൂതന്മാരുമായാണ് വരുന്നത്.
കർത്താവ് എല്ലാവരെയും വിധിക്കും. അവനെതിരായിട്ടുള്ള എല്ലാവരെയും വിധിക്കുവാനും ശിക്ഷിക്കുവാനുമാണ് കർത്താവ് വരുന്നത്. ദൈവത്തിനെതിരായി ചെയ്ത എല്ലാ തിന്മകൾക്കും വേണ്ടി അവൻ അവരെ ശിക്ഷിക്കും. അവർ പറഞ്ഞ എല്ലാ ദൈവദൂഷണങ്ങളെയും കഠിനമായ പ്രവൃത്തികളെയും പ്രതി ദൈവം അവരെ ശിക്ഷിക്കും. ഈ കൂട്ടർ സദാ പരാതിപ്പെടുന്നവരും അന്യരിൽ കുറ്റം കണ്ടെത്തുന്നവരുമാണ്. ആഗ്രഹിക്കുന്ന തിന്മ അവർ എപ്പോഴും ചെയ്യും. അവർ സ്വയം പ്രകീർത്തിക്കും. അവർക്കാവശ്യമുള്ളത് കിട്ടുവാനായി മാത്രം അവർ അന്യരെ പ്രശംസിക്കും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പൊസ്തലർ നേരത്തെ പറഞ്ഞത് ഓർക്കുവിൻ. അവസാന നാളുകളിൽ ദൈവത്തെപ്പറ്റി പറഞ്ഞു ചിരിക്കുന്നവർ കാണും എന്നാണ് അപ്പൊസ്തലർ പറഞ്ഞത്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ദൈവത്തിനെതിരായുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഈ കൂട്ടരാണ് നിങ്ങളുടെ ഇടയിൽ വിഭജനമുണ്ടാക്കിയത്. അവരുടെ പാപം നിറഞ്ഞ സ്വയം പറയുന്നതേ അവർ ചെയ്യൂ. അവരിൽ പരിശുദ്ധാത്മാവില്ല. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിലുള്ള വിശുദ്ധമായ വിശ്വാസം കൊണ്ട് നിങ്ങളെ തന്നെ ശക്തരാക്കുവിൻ. ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുവിൻ. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ കരുണയാൽ നിങ്ങൾക്ക് നിത്യജീവൻ തരുന്ന ദിനത്തിനായി കാത്തിരിക്കുക. സംശയമുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ അഗ്നിയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിക്കുക. ചിലരോട് നിങ്ങൾ കരുണ കാണിക്കുമ്പോൾ ശ്രദ്ധാലുക്കളാകുവീൻ. പാപത്താൽ കളങ്കിതമായ അവരുടെ വസ്ത്രത്തെ പോലും വെറുക്കുവീൻ. ദൈവം ശക്തനും വീഴാതെ പരിപാലിക്കുന്നവനുമാണ്. യാതൊരു തെറ്റും നിങ്ങളിലില്ലാതെ അതിസന്തോഷം പകർന്ന് അവന്റെ മുമ്പിൽ നിങ്ങളെ കൊണ്ടുവരുവാൻ അവന് കഴിയും. അവൻ മാത്രമാണ് ഏക ദൈവം. അവൻ നമ്മുടെ രക്ഷകനാണ്. സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും എന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി അവന് മഹത്വവും പ്രതാപവും ശക്തിയും അധികാരവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.